കഴിക്കാൻ എടുക്കുമ്പോൾ കറി കുറവാണെന്ന് തോന്നി വിഷമിച്ചിരിക്കുകയാണെങ്കിലേ മറ്റൊന്നും ആലോചിക്കണ്ട. എപ്പോഴും നമ്മളെ വീട്ടിൽ കാണുമല്ലോ തക്കാളി. ഒരു തക്കാളി എടുത്ത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഞവടി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതിലേക്ക് അല്പം കായപ്പൊടി, ഇവയെല്ലാം ഇട്ടിട്ട് ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഇവയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സാക്കി മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ഉപ്പ് ചേർത്ത് ഞവടി വെച്ചാൽ നല്ല ഉപ്പ് പിടിച്ചിരിപ്പുണ്ടാവും കേട്ടോ. അതിലേക്ക് നമുക്ക് നല്ല ഉടച്ച തൈര് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഒരു ചീനിച്ചട്ടിയിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇത് മൂത്ത് കഴിയണം. മൂത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ലോയിലാക്കിക്കൊണ്ട് നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ഉടനെ ഫ്ലെയിം അങ്ങ് ഓഫാക്കുക. എന്നിട്ട് ആ ചൂടിൽ ആ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്തിട്ട് നല്ല ചൂടാക്കി നല്ല മണം വരും. കായൊക്കെ മൂത്തിട്ട് ആ മണം വരുന്ന സമയത്തേക്ക് നമുക്കിത് നമ്മൾ ഇളക്കി വെച്ചേക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തൈരും തക്കാളിയും ശരിയാക്കി വെച്ചേക്കല്ലേ, നമുക്ക് അതിലേക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമുക്ക് പച്ചടിയായിട്ടോ ഒഴിച്ചുകറിയായിട്ടോ അല്ലെങ്കിൽ തൊടുകറിയായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റും. കിടിലൻ ടേസ്റ്റാണേ. ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട്? ഇഷ്ടമായിട്ടില്ലേ? എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.